നമസ്കാരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് തന്നെ എന്നാണ് അവർ പറയുന്നത്. കോട്ടങ്കൽ ഗ്രാമപഞ്ചായത്തിൽ കാലങ്ങളായിട്ട് എസ് ഡി പി ഐയും സി പി എമ്മും ഭരിക്കുന്നു. ഞങ്ങളുടെ ചുമലിലേറിയാണ് എസ് ഡി പി ഐയുടെ ചുമലിൽ ഏറിയാണ് സി പി എം, ഇടതുപക്ഷം അവിടെ ഭരിക്കുന്നത് എന്നാണ് എസ് ഡി പി ഐയുടെ വാദം. തീർച്ചയായിട്ടും അത്തരം ഒരു വാദഗതി ശരിയെന്നു തന്നെ എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് കേരളത്തിന്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, എസ് ഡി പി ഐയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വലതുപക്ഷത്തിനും ലഭിക്കുന്നു. അങ്ങനെ വലതും ഇടതും ഭീകരവാദികളുടെ കൈപ്പിടിയിൽ ആകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ അസ്ത്രം ഗഫൂറൊക്കെ അഭിപ്രായപ്പെട്ടതുപോലെ എല്ലാ രീതിയിലുള്ള ആയുധങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി എടുത്ത് പ്രയോഗിച്ചാൽ മതി എന്ന രീതിയിൽ, അതായത് ഇത്തരം പാർട്ടികളുടെ ഉള്ളിലേക്ക് കടന്ന് കയറി ചെന്നിട്ട് ആ പാർട്ടികളെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് അവരുടെ നയപരിപാടികൾ, അതായത് ഭീകരവാദികളുടെ നയപരിപാടികളുമായിട്ട് ആ പാർട്ടിയെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഇതിനു മുന്നേയുള്ള അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാകും. അഞ്ചാം മന്ത്രി വിവാദത്തിന്റെ കാര്യത്തിലായാലും അതിനുശേഷം നടന്ന പല കാര്യത്തിലായാലും, എന്തിന് വാഗമണിലെ ഭീകരവാദ ക്യാമ്പുകൾ നമുക്ക് ഒളിച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, ഇവിടെ നടക്കുന്ന ലവ് ജിഹാദ് പോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യത്തിലായാലും, കാരണം ലവ് ജിഹാദ് പോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന ഇടതനും വലതനും വാദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് തെളിവുകൾ കൃത്യമായി ഉള്ളപ്പോഴും ഇതിനെതിരെ വാദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും അവരുടെ നിന്നുള്ള പിന്തുണ, അവരിൽ നിന്നുള്ള കാശ് ഇവർക്ക് ലഭിച്ചത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്നത് എന്ന് കൃത്യമായ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഇവിടുത്തെ ഹിന്ദു ജനതയുടെ ഒരു പിന്തുണ അവർക്ക് ലഭ്യമാകേണ്ട ഒരു സാഹചര്യം തന്നെ ഇല്ല. ന്യൂനപക്ഷത്തെ വച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ പാലക്കാടിന്റെ ഒക്കെ കാര്യം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അവിടെ എസ് ഡി പി യുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മുമ്പ് ഷാഫിയോടൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ നിശബ്ദമായിട്ട് കേട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരു ന്യായീകരണമാണ് നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്നതാണ്. അതായത് നീലക്കുറുക്കൻ്റെ നീല ചിലപ്പോൾ കൊഴിഞ്ഞു പോയേക്കാം, പുള്ളിപ്പുലിയുടെ പുള്ളി മാറിപ്പോയില്ലല്ലോ കഴുകിയ പോലും. അത്തരത്തിൽ പുള്ളിപ്പുലിയുടെ പുള്ളി മാഞ്ഞു പോകുമെന്നാണ് കോൺഗ്രസ് പറയുന്നു. അത് ജനം വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, ഇവരുടെ ഇത്തരത്തിലുള്ളവരുടെ ന്യായീകരണം കൂടെ ജനത കേൾക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, അതായത് ഭീകരവാദികളുടെ കൈപ്പിടിയിലാണ് ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷം എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മലപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എതിർ പാർട്ടികളിലുള്ളവർ എല്ലാവരും തങ്ങളുടെ സ്ത്രീകളെ മറ്റ് തരത്തിലുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ വിജയിച്ചത്. ഞങ്ങളുടെ സ്ത്രീകൾ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. അതായത് സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടവരാണ്. സ്ത്രീകൾ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന പ്രസവ യന്ത്രങ്ങളായി മാറണം എന്ന് പറയുന്ന തരത്തിലുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെയും മാദിനി പോലുള്ള ആൾക്കാരുടെയും ഒക്കെ നാവ് കടമെടുക്കുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിനകത്തും വലതുപക്ഷത്തിനകത്തും, അതായത് യു ഡി എഫിനകത്തും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത്തരം ആൾക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇത്തരം പാർട്ടികളിൽ ഉൾക്കൊള്ളുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വളരെ ജാഗരൂകമായി കേരളം ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര പരസ്യമായി തന്നെ എസ് ഡി പി യുടെ ചുമലിലേറിയാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് എസ് ഡി പി ഐക്ക് തുറന്ന് പറയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.